ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിപെടെക്കിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു വലിയൊരു പെട്ടിയാണ്. നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ടൊന്നുമല്ല, യൂട്യൂബിൽ നിന്നൊരു ഗിഫ്റ്റാണിത്. ഇത്രയും വലിയൊരു പെട്ടി നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേവരെ ഒരു ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ ക്യാഷും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ അവിടുന്ന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പെട്ടി ഒരു വലിയൊരു ഗിഫ്റ്റാണ്. സംബന്ധം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. എത്ര ഉണ്ട് നമുക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് കൊണ്ടുവരാം. നല്ല അടിപൊളി വലിപ്പമുള്ളൊരു വലിയൊരു പെട്ടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കും അറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. അതായത് ഇത് നമ്മളൊരു ചലഞ്ച് ചെയ്തിരുന്നു, കണ്ടോന്നറിയില്ല. ഷോർട്സിൻ്റെ ഒരു മാനിക്കെമൂവ് എന്ന് പറഞ്ഞ ചലഞ്ച് ചെയ്തിരുന്നു. നമ്മൾ ഡാൻസൊക്കെ കളിക്കുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് ചൂലൊക്കെ വെച്ചൊക്കെ ഡാൻസ് കളിച്ചിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ നമ്മൾ സെലക്റ്റായി. അത് മാത്രമല്ല, 𝙬𝙖𝙘𝙚𝙗 അടുത്ത് വലിയൊരു താങ്ക്സ് ഉണ്ട്. ആളാണ് ഈ ഒരു ചലഞ്ചിനെയൊക്കെ പറ്റി പറഞ്ഞു നമ്മളിങ്ങനെ പങ്കെടുത്തൊക്കെ. ഫസ്റ്റ് ടൈം ചെയ്യുന്ന ചലഞ്ചാണ്. അതിന് തന്നെ ഗിഫ്റ്റ് അടിച്ചു. അത് യൂട്യൂബിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് പ്രൈസ് വന്നേക്കുന്നത്. യൂട്യൂബിൻ്റെ ചെറിയ എഴുത്തൊക്കെ ഉണ്ടായി, അതൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ. കാരണം അതിൽ നമ്മളെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഉണ്ടായി. അത് അങ്ങനെ വീഡിയോയിൽ കാണിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ ബ്ലർ ചെയ്യാൻ ഞാൻ എക്സ്ട്രാ എഡിറ്റിങ്ങിനൊക്കെ നിൽക്കണം. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു മടി, എഡിറ്റിങ്ങിൻ്റെ ഒരു മടി തന്നെ നമ്മൾ അങ്ങോട്ട് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള, നമുക്ക് നേരെ വെട്ടിപ്പൊളിക്കുക, അല്ല അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി, എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അയ്യോ പോവല്ലേ. അപ്പോൾ നേരെ നമുക്ക് വെട്ടിപ്പൊളിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ സാധനം വെട്ടിപ്പൊളിച്ചേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കത്തി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊട്ടിക്കുന്ന ടൈപ്പ് പേപ്പറാണ് കേട്ടോ. എന്തായാലും വലിയൊരു ഗിഫ്റ്റൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളൊരു കാർഡ്ബോർഡ് പെട്ടിയാണ്. അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ കാണാൻ സാധിക്കും. തുറന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ നമ്മുടെ ചാനലിൻ്റെ പേര്, അതായത് യൂട്യൂബ് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഇവിടെ ഒരു സീലൊക്കെ പോലെ ഒക്കെ നമ്മൾ കളഞ്ഞു. നമുക്ക് നൈസായിട്ട് ഈ സൈഡും കൂടി മുറിച്ച് പൊട്ടിച്ചെടുക്കാം. നമ്മൾ തുറന്നിട്ടുണ്ട്. അടിപൊളി വലിയ പെട്ടിയാണ്. ഇനി ഇവിടെ ഇവർ ടേപ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് അതുകൂടി തുറക്കാം. ജസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വലിച്ച് വാരി കീറി എടുക്കുകയാണ്. അപ്പോൾ അതെ കീറി. ഓക്കെ, പെട്ടി വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൽ വല്ല എഴുത്തൊക്കെ ഉണ്ടായെങ്കിൽ അത് എനിക്ക് നേരെ മിറർ പോലെ ആയിരിക്കും കാണാം. നമ്മൾ ഫ്രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ഒറ്റയ്ക്ക് ട്രൈപോഡിൽ വെച്ചിട്ട് അതുപോലെ തിരിഞ്ഞായിരിക്കും കാണാം. ഇപ്പോൾ നമ്മുടെ എഴുത്തൊക്കെ ഒഴിവാക്കി, അതുകൊണ്ട് ഇപ്പോൾ പെട്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടി ഇവിടെ ഇതേപോലെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് വെട്ടിപ്പൊളിച്ച് കീറിയെടുക്കാം. നമ്മളങ്ങനെ തുറക്കാൻ പോകുന്നു. ഇത് തലയിരിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ഫ്രണ്ട്സ്. ഇത് നമ്മൾ തുറക്കാൻ പോവുകയാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ബാഗ് വരുന്നുണ്ട് കേട്ടോ. പെട്ടി തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ യൂട്യൂബിൻ്റെ ബാഗാണിത്. കാണിച്ചു തരാം. അടിപൊളി ഒരു ബാഗ്. നമ്മുടെ ഒരു ഇതുപോലെ തോളത്തൊക്കെ ഇടാൻ വേണ്ടി ചെറിയൊരു ബാഗ് കണ്ടോ. ഒന്ന് എടുത്ത് നോക്കാം ഫ്രണ്ട്സ്. യൂട്യൂബ് ഷോർട്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് ഷോർട്സ്. അത് തലയിരിഞ്ഞായിരിക്കും വരിക. നമുക്ക് നോക്കാം. ഞാൻ കറക്റ്റായിട്ട് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ബാഗ് ഇട്ടിരിക്കട്ടെ. ഇതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പെട്ടിയാണ് വരുന്നത്. എന്തായാലും താങ്ക് യു. ഈ പെട്ടി നമുക്ക് വരുന്ന വല്ല പ്രൊജക്റ്റിലൊക്കെ ഉപയോഗിക്കാം. നമുക്കിത് ഇതുപോലെ ബാഗ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ബാഗ്. നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു ബാഗ് ഇട്ട് എല്ലാവരും കാണട്ടെ യൂട്യൂബ് ഷോർട്സ് ആണ്. നമുക്കിത് യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ ഒരു ലോഗോ, ഷോർട്സിൻ്റെ ഒരു ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് ഷോർട്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതേ നല്ല അടിപൊളി ഇങ്ങനെ തോളത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇതുണ്ട്. ഇതേ പിടിക്കാനുള്ളതുണ്ട്, തോളത്ത് ഇടാൻ പറ്റുന്നതുണ്ട് കേട്ടോ. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, റിംഗ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി, താങ്ക് യു. റിംഗ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ ഇടയിൽ എൻ്റെ മൈക്കിൻ്റെ കൂടി വയറായി മൊത്തം കൊളാവുകയാണ്. നമുക്ക് റിംഗ് ലൈറ്റിൻ്റെ പെട്ടി ഇതിപ്പോൾ നമ്മൾ എടുത്തപ്പോൾ മൊത്തം കൊളായി. അതാണ് പെട്ടി, റിംഗ് ലൈറ്റിൻ്റെ പെട്ടിയാണിത്. ഇതേ റിംഗ് ലൈറ്റ്, അടിപൊളി സംഭവം. ഇനി നമുക്ക് വരുന്ന ഒരു LED ഫ്ലാസ്ക് വന്നിട്ടുണ്ട്. LED എന്തിനാണ് ഫ്ലാസ്കിൽ നിന്ന്? LED ബോട്ടിൽ എന്തിനാവും? സ്മാർട്ട് കപ്പ്. അത് ശരി, നമ്മുടെ വെള്ളം കുപ്പി സ്മാർട്ടായിട്ടുണ്ട്. അതൊക്കെ എന്താവോ? ഇതാണ് വെള്ളം കുപ്പി. ഓ പൊള്ളി. നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ ആ ഒരു ലോഗോവും ആ എഴുത്തും അതാണ് വേണ്ടത്. അതായത് നമ്മുടെ ക്ലാസ്സിൽ അപ്പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരൊന്നും നോക്കും, കാരണം യൂട്യൂബ് ഷോർട്സ് എന്നൊക്കെ കാണുമ്പോൾ. പിന്നെ ഇത് നമുക്ക് ക്ലാസ്സിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകാം. ഇതിലധികം വെള്ളമൊന്നും കൊള്ളില്ല, എന്നാലും നമ്മൾ ഈ ഒരു പേര് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോകാം. ഈ ഒരു ബാഗും ഒക്കെ കൊണ്ടുപോകാം. ഇതാണ് കുപ്പി. ഓ, ഇവിടെ ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയാം, കറക്റ്റായിട്ട് കാണിച്ചു തരാം. പൊള്ളിപ്പൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ എഴുതി കാണിക്കണം കേട്ടോ. കുപ്പിയൊക്കെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഒരു ഗ്ലാസ് വന്നിട്ട് കേട്ടോ. നമ്മൾ കുറേ യൂട്യൂബേഴ്സ് വെച്ചിരുന്നുണ്ടായി. നമ്മുടെ ശശാമൊക്കെ ഇത് ലൈറ്റ് കത്തും എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമുക്കും പറയാം ഇത് ലൈറ്റ് കത്തും.
സോ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓ പൊളി, ഇതേ കണ്ണട. ഇവിടെ ഒരു പേപ്പർ പോലെ ഉണ്ട്, ഞാൻ അപ്പോൾ തൽക്കാലം കളയാനില്ല. അത് കളഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ടാവും, വെറുതെ ഇങ്ങനെ പൊടി അഴുക്കാക്കണേ. സോ വെച്ച് നോക്കാം. ഓ കൊള്ളാം, കാണുന്നുണ്ട്, പുറത്തേക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും കാണുന്നുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ പോലെ ഇവിടെ കാണാൻ സാധിക്കും. ഒരു LED ഇതിൻ്റെ ഉള്ളുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ പോലെ കാണാം. പക്ഷേ അത് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് നോർമൽ കാണുന്ന രീതിക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. ഒരു ഇത്തിരി വെളിച്ചം കുറവുണ്ട് കേട്ടോ. ലൈറ്റ് എവിടെയാണ് ഓണാക്കുന്നത്? ഓ ഫ്രണ്ട്സ്, ഇവിടെ ഉണ്ട് യൂട്യൂബ് ഷോർട്സ്. ഇതുകൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല, അന്തരാന്ന് ചോദിക്കും. പിച്ച അല്ല മറ്റേ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. എന്തായാലും യൂട്യൂബ് ഷോർട്സ് നിന്ന് ഇവിടെ ലോഗോ ഉണ്ട്. എന്തായാലും ലൈറ്റ് എത്തണ കണ്ണാട വെച്ച് പുറത്തു പോകാൻ പറ്റില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഫ്രണ്ട്സ്, റീചാർജബിൾ ആണ് കേട്ടോ. ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, നമ്മുടെ മൈക്രോ USB പോർട്ടാണ് ഇതിലുള്ളത്. റീചാർജബിൾ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ബാറ്ററിയൊക്കെ ഉണ്ട്. പുള്ളി റീചാർജബിൾ ആണ്. അത് മാത്രമല്ല ഒരു സ്വിച്ച് പിന്നുണ്ട്, നമുക്ക് ഞെക്കി നോക്കാം. കത്തുന്നില്ലല്ലോ, അടിച്ചു പോയി ഗൈസ്. എന്താ കത്താത്തേ? ഓ പൊളി പൊളി പൊളി, കത്തി കത്തി കത്തി. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അടിപൊളിയാണ് സംഭവം. പല പല മോഡുകളുണ്ട് ഇതിൽ, കാണിച്ചു തരാം. പല പല മോഡുകളാണ് കണ്ടോ. ഇത് സൂപ്പർ മോഡായിട്ടുണ്ട്. നമ്മുടെ കരിക്കിൽ ഒരു സീരീസിലൊക്കെ ഇത് കാണിച്ചിരുന്നു, ഇതുപോലത്തെ ഒരു കണ്ണാടയൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നത്. അതേപോലത്തെ അടിപൊളി കണ്ണാട. പല പല മോഡുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതെന്താണ്, അസ്ഥി കൂടോ? ഇത് നമുക്ക് വല്ല പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പേരാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് അഴിച്ചു മെഴുത് നമ്മുടെ ചാനലിൻ്റെ പേരിൽ വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമ്മുടെ ആർഡിനോ അതുപോലത്തെ ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാം, പവറാക്കാം. എന്തായാലും ഇത്രയും ലൈറ്റൊക്കെ ഉള്ളതല്ലേ, അടിപൊളി. സോ നന്നായിട്ട് കത്തണൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഇതിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട് ഈ ഒരു പെട്ടിയിൽ. ഒരു ചാർജർ ഇതിലെങ്ങാണ്ട് ഉണ്ടായി, ഞാൻ അപ്പോൾ കണ്ടിരുന്നു. ഓക്കെ, ചാർജർ വന്നിട്ടുണ്ട്. ഇതെന്താ ഫ്ലാസ്കിൻ്റെ ഒപ്പം ചാർജർ? ഓക്കെ, ഇതും റീചാർജബിൾ ആയിരിക്കും. ഇതെനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് വരുന്ന ചൂട് അത് നമ്മുടെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റിയിട്ടായിരിക്കും ഇത് ചാർജ് ആവുക. ഇല്ലെങ്കിൽ സോളാർ ആവാനോ ചാൻസ്. പക്ഷേ ഇതൊരു ഇൻഡോർ ഇതായതുകൊണ്ട് തന്നെ സോളാർ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. കൂടുതൽ നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കണം. ഇത് വേണമെങ്കിൽ വെട്ടിപ്പൊളിക്കാം നമുക്ക്, പക്ഷേ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് വെട്ടിപ്പൊളിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് അടിപൊളി സംഭവമാണ്. നമുക്കിതൊരു കോഡ് വെയർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കണ്ണട ചാർജ് ചെയ്യാൻ. ഇതിപ്പോഴും ലൈറ്റ് എത്തുന്നുണ്ട്. ഈ സ്വിച്ച് ഞെക്കി പിടിച്ചാലാണ് കേട്ടോ ലൈറ്റ് എത്തുക. ഞെക്കി പിടിക്കാം, ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫായിട്ടുണ്ട് ഈ സംഭവം. എന്തായാലും താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ ലൈറ്റ് കത്തും. നമ്മുടെ ശശാൻ പറയണ പോലെ ഇതിൽ ലൈറ്റ് കത്തും. അതുമാത്രമല്ല ഈ ഫ്ലാസ്കിലും ലൈറ്റ് കത്തും, നമ്മുടെ ഈ റിംഗ് ലൈറ്റിലും ലൈറ്റ് കത്തും. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. എന്തായാലും താങ്ക് യു. പിന്നെ നമ്മുടെ ബാഗ്, അടിപൊളി ബാഗ്, യൂട്യൂബ് ഷോർട്സിൻ്റെ ഒരു ബാഗ്. അത്യാവശ്യം നല്ല സൈസ് തന്നെയുണ്ട്. നല്ല അടിപൊളി യൂട്യൂബിൻ്റെ ഒരു ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. പിന്നെ ഈ റിംഗ് ലൈറ്റിൽ ഇതേപോലത്തെ ഒരു കൺട്രോളർ വരുന്നുണ്ട്. ഇത് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്ന മൈക്രോ USB. ഇവിടെ USB കാണുന്നുണ്ട്, നമ്മുടെ പവർ ബാങ്ക്. അങ്ങനെ ഫോൺ OTG വഴിയെ കുത്തിക്കഴിഞ്ഞാൽ കണക്റ്റ് ആവും. ഇനി അതായത് നമ്മൾ ട്രൈപോഡിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു OTG വഴി ഇത് ഫോണിൽ കുത്തിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ പവർ എടുത്ത് നമുക്ക് കത്തും. പക്ഷേ പവർ ബാങ്ക് ആയിരിക്കും നല്ലത്. ഇതിൽ നമ്മൾ കൺട്രോളറൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാം, കുറയ്ക്കാം. പല പല മോഡുകളുണ്ട്. നമ്മുടെ സ്കിന്നിന് അനുസരിച്ചുള്ള പല പല മോഡുകളാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞാൽ മോഡുകൾ ചേഞ്ച് ചെയ്യാം. ഒരു വാം ലൈറ്റ് മോഡുണ്ട്. ഇതിൽ 1, 2, 4 സ്വിച്ചുകളാണ്. ഒരെണ്ണം ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും, ഓൺ ഓഫ്, പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാൻ. എത്ര സ്വിച്ചുകളാണ് ഇതിലുള്ളത്? ഇത് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡൊക്കെ ചെയ്യാവുന്നുള്ളൂ, സെറ്റാക്കാം. എന്തായാലും റിംഗ് ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി സംഭവം. ഇത് നമ്മളെവിടെയെങ്കിലും ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കും ഈ സാധനം. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റും. ഓഫ്, ഇത് ക്യാമറയുടെ ആ ഒരു ഇതിൻ്റെ മുകളിൽ പോകും. ഇത് നമ്മുടെ ഫോൺ ഫിക്സ് ചെയ്യാനുള്ളത് കേട്ടോ. നമുക്ക് ഇതുപോലെ തിരിക്കാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നു ഓക്കെ 180 ഡിഗ്രി അത്യാവശ്യം പറ്റുന്നുണ്ട്, തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ റിംഗ് ലൈറ്റ് ഇതൊക്കെ വർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഈ റിംഗ് ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് മോഡ് ചേഞ്ച് ചെയ്യൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ആവശ്യം വരും നമുക്ക്. പിന്നെ ഇതിലെല്ലാത്തിലും ലൈറ്റ് കത്തും. നമ്മുടെ ബാഗിൽ വെച്ച് വേണമെങ്കിൽ ബാഗിൽ നമുക്ക് ലൈറ്റ് വെക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു യൂട്യൂബ്. പിന്നെ നമ്മുടെ 𝙬𝙖𝙘𝙚 ഇത്രയും ഗിഫ്റ്റൊക്കെ നമുക്ക് തന്നു. പെട്ടീന് കാലിയാണ്. നമുക്ക് ഈ പെട്ടിയിലും പ്രൊജക്റ്റ് ചെയ്യാം, കണ്ണാടി അപ്ഗ്രേഡ് ചെയ്യാം, നമ്മുടെ റിംഗ് ലൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഫ്ലാസ്ക് നമുക്ക് ഒന്ന് നോക്കണം എന്താ ചെയ്യാൻ പറ്റുക. ഇതെങ്ങനെയാണ് ഇതിൻ്റെ എനർജി, അതായത് ചാർജൊക്കെ എങ്ങനെ റീചാർജ് ആകുന്നത് നമുക്ക് വലിയ പെടുത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കണം. എല്ലാത്തിനും സ്റ്റിക്കർ ഉണ്ട്, ഇത് ഒട്ടിച്ച് നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കാം ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്ന്. എന്തായാലും താങ്ക് യു യൂട്യൂബ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് കണ്ടിട്ട് വരാം.
ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഈ ലൈറ്റിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ കൺട്രോളറാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ അഡിനൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫോൺ ഇവിടെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിംഗ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഫേസിൽ അങ്ങോട്ടൊക്കെ വെച്ചിട്ട്. എന്തായാലും നമ്മൾ അഡിനൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു അൺബോക്സിങ് പോലെ എടുത്താണ് കേട്ടോ. നമ്മുടെ അഡിനോ ബ്ലൂടൂത്ത് മൊഡ്യൂളറിലെ കുറച്ച് പെൻ ഡ്രൈവ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ഒക്കെ ഇനി വരും കേട്ടോ. ഇത് നമ്മുടെ ഒരു വീഡിയോ ആണ്, ഒരു കാർ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ, അതൊക്കെ ഈ അടുത്ത് തന്നെ വരും. അപ്പോൾ നമുക്കിതേ ഇവിടെ ഉണ്ടോ ഒരു പവർ ലൈറ്റ് കാണുന്നുണ്ട്, ഓഫായി ഓണായി. നമുക്കിതേ കുറച്ച് ഇൻറ്റൻസിറ്റി നമുക്ക് നൈസായിട്ട് കൂട്ടാം, കൂടി. ഇനി നമുക്ക് മോഡും ചേഞ്ച് ചെയ്യാം കേട്ടോ. പൊളിച്ച് ഇവിടെ നമ്മളിത് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ ക്ലിപ്പാക്കി വെച്ചേക്കാണ്. എന്തായാലും സംഭവം പൊളിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായി നമ്മുടെ ഇന്നത്തെ വീഡിയോ? എന്തായാലും നല്ല അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ 𝙬𝙖𝙘𝙚𝙗നും യൂട്യൂബ് ടിവിൻ്റെ അടുത്തും പിന്നെ manikemove അങ്ങനെ കറക്റ്റ് പറയാനറിയില്ല. എന്തായാലും അവർക്കും വലിയൊരു താങ്ക് യു. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയതിന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. ഞാൻ വളരെയധികം സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ കുറച്ചുകൂടി സന്തോഷമാവാൻ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ദേവനാരായണൻ 𝙬𝙖𝙘𝙚𝙗 പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്, അതൊന്ന് ഫോളോ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൽ അക്കൗണ്ട് ദേവനാരായണൻ, അതായത് 𝙬𝙖𝙘𝙚 ആ ഒരു അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യാം. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും മോജും ട്രെല്ലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇതുപോലത്തെ അടിപൊളി അൺബോക്സിങ് അല്ല, ഇനി അടിപൊളി ടെക് വീഡിയോസൊക്കെ വരും. എവിടെയാണ് നമ്മുടെ കണ്ണാട കിട്ടി സംഭവം ചാർജൊക്കെ തീർന്ന് ചത്ത് കിടക്കാണ്. ഇതൊന്നും നമുക്ക് റീചാർജ് ചെയ്യണം. എന്തായാലും അതിൻ്റെ കേബിളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. ഞാൻ റീചാർജ് ചെയ്യട്ടെ. ഓക്കെ ബൈ.